ഹായ് കൂട്ടുകാരി, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു യോക്കിൽ പ്ലീറ്റ് വരുന്ന ഇപ്പോഴത്തെ മോഡലായ യോക്കിൽ പ്ലീറ്റ് വരുന്ന ഒരു കുർത്തി ചെയ്യാനായിട്ടാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പോളിക്കോട്ടൻ്റെ 2.5 മീറ്റർ. അതുപോലെ തന്നെ യോക്കിൽ ഞാൻ ഇങ്ങനെ ഒരു നെറ്റാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ലീവ്സിനും ഇത് കിട്ടുമെങ്കിൽ ഇത് തന്നെ ചെയ്യും. പിന്നെ 2.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്ക് കട്ടിങ് തുടങ്ങാം. അപ്പം അതിനായിട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലൈനിങ് 4 എപ്പോഴും നമ്മൾ സാധാരണ ഒരു കുർത്തിക്ക് ഇടത്തില്ലേ, അതുപോലെ നമ്മൾ ഇത് 2 പീസ് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ താഴോട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നേരം ഇവിടെ 4 പീസ് കിട്ടും. ഫസ്റ്റ് ഇതിങ്ങനെ, അതായത് നമ്മൾ ലൈനിങ് മേടിക്കുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ടുണ്ട്, കുർത്തിക്ക് വെട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന വശത്ത് ക്ലോസ് ആയിട്ടുള്ള 2 പീസ് കണ്ട, രണ്ട് വീതം. പിന്നെ ഇവിടെ 4 പീസ്, 1 2 3 4 കണ്ടോ, ഇങ്ങനെ 4 പീസ്. അപ്പോൾ ഇതിൽ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഏറ്റവും താഴെ നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരക്കണം, ലെവൽ ചെയ്യുക. ഏറ്റവും താഴെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യണം. ലെങ്ത് ഞാൻ 43 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പം 43ൻ്റെ കൂടെ സീം 2 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പം 43 + 2 45. അപ്പം 45 ഇഞ്ചിലാണ്. അപ്പം 45 ഇഞ്ചിലാണ് നമുക്ക് ക്ലോത്ത് ഫുള്ള് വേണ്ടത്. അപ്പോൾ ഈ ലൈനിങ്ങിന് അത്രയും ലെങ്ത് വേണ്ട, ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഫുൾ ലെങ്ത് 43 ആ 43-ൽ നിന്നും 2 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അപ്പം പിന്നെ മറ്റേ മെയിൻ ഫാബ്രിക്കിലോട്ട് വരുമ്പോഴാണ് 2 ഇഞ്ച് ആഡ് ചെയ്യേണ്ടത്. 43-ൻ്റെ നിന്നും 2 ഇഞ്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ 43-ൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് 43-ൽ നിന്ന് 2 കുറച്ചാൽ 41. അപ്പം 41-ലാണ് ഞാൻ ലൈനിങ് വെട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ വരക്കുക. 41-ൽ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. 1-ൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ 43-ൽ നിന്ന് 2 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അത് ഓർത്തോണം. ഇവിടെ ഞാൻ 2 ഇഞ്ച് കുറച്ച്, 43-ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചാണ് ലൈനിങ്ങിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഞാൻ 6.5 ഷോൾഡർ അടയാളപ്പെടുത്തുവാണ്. ബാക്ക് ഒരുപാട് ഇടിക്കുന്നില്ല. ബാക്ക് ഞാൻ ഇച്ചിരിയൊക്കെ ഇടിക്കുവാണെങ്കിൽ 6 വെക്കാറുള്ളൂ. ബാക്ക് ഒത്തിരി ഇടിക്കാത്തത് കൊണ്ടാണ് 6.5 വെക്കുന്നത്. അപ്പോൾ 6.5 അടയാളപ്പെടുത്തി. നേരെ താഴേക്ക് ഒരു 6.25 അടയാളപ്പെടുത്തുവാണ്. 1/4 ഇഞ്ച് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും 6.5 അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അതിനുശേഷം നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 36. 36-നെ 4 ഭാഗിക്കണം. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 9. അപ്പോൾ 9 ഇഞ്ച് നമ്മളിവിടെ ഈ കൈക്കുഴി വരക്കാൻ പോകുന്നതിൻ്റെ ഇവിടെ ഇത് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് 9-ൻ്റെ അവിടെ നിന്ന് നമുക്ക് എത്ര തയ്യൽ തുമ്പ് വേണം അതനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 1.25 തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഇഞ്ച് വേണേൽ 2 ഇഞ്ച് ഇടാം, 1.5 മതിയെങ്കിൽ 1.5 ഇടാം. ഞാനിവിടെ ഒരു 1.25 അല്ല വേണ്ട 1.5 ഇടാം. 1.5 മതി എനിക്ക്, 1.5 ഇട്ട്. ഇനി നമുക്ക് ആം റൗണ്ട് വരക്കണം. അതിനായിട്ട് ഇവിടെ നമ്മൾ 6.25 മാർക്ക് ചെയ്തത്. അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യുക, ഇവിടെയും പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ കിടക്കും. ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം റൗണ്ടാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെയായിട്ട് ഇവിടെയും മുട്ടണം, ഇവിടെയും മുട്ടണം, ഇവിടെയും മുട്ടണം. കണ്ടോ, ഇവിടെ ഇച്ചിരി മാറിക്കിടക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആം റൗണ്ട് വരക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ
എൻ്റെ കൈക്കുഴി ചുറ്റിയെടുത്തിരിക്കുന്ന ആം റൗണ്ട് 17 ഇഞ്ചാണ്. 17ൻ്റെ പകുതി 8.5. അപ്പോൾ 8.5 ഇവിടുന്ന്, അപ്പോൾ 8.5 അര 9 വേണം. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇടിച്ച് ഇടണം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് 8.5 ഉള്ളൂ. അപ്പോൾ എനിക്ക് തയ്യൽ തുമ്പില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഇടിച്ച് വെട്ടണം. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ 7 മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ ചുരിദാറിന് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ടൈറ്റ് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 7, അപ്പോൾ ഇവിടെ 3.5. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ. ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇത് ഒന്ന് അളന്ന് നോക്കാം. 8.5 അര 9 ഉണ്ടോ എന്ന് നമ്മൾ ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. 9 അടയാളപ്പെടുത്തിയില്ലേ കറക്റ്റായിട്ടുള്ള അവിടുന്ന്. ഇപ്പോൾ 8.5 അര 9 ഇഞ്ചുണ്ട്. അപ്പോൾ 8.5 കഴിഞ്ഞ് അര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ വരക്കുക. അതിനുശേഷം ബ്രസ്റ്റിൻ്റെ ബോഡി ഷേപ്പ്, ബോഡി അതായത് നമ്മുടെ വയറിന് മുകളിലായിട്ട് ഒരു വളവുണ്ടല്ലോ, അവിടുത്തെ അളവ് കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് 33 അപ്പം 33ൻ്റെ പകുതി എന്ന് പറയുന്നത്, പകുതിയല്ല 4/1. 33നെ 4 ഭാഗിക്കുമ്പോൾ 8.25 കിട്ടും. അപ്പോൾ ഇവിടെ 8.25. അപ്പോൾ ഇവിടെ ഞാനൊരു 15 ഇഞ്ചാണ് ബോഡി ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. തീരെ പൊക്കമില്ലാത്തവർ, എന്നെക്കാട്ടി പൊക്കമില്ലാത്തവരും 14, 13 ബോഡി ഷേപ്പ് വരും. ഞാനിപ്പോൾ ഒരു 15 ഇടുവാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഷേപ്പ് കിട്ടണമെങ്കിൽ സ്ലിറ്റിൻ്റെ ഇറക്കത്തിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. അതും ഈ കൈക്കുഴിയും സ്ലിറ്റിൻ്റെ ഇറക്കവും ഇതിൻ്റെ ഇടക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയാലും അത് ബോഡി ഷേപ്പ് ആക്കാം. അപ്പോൾ ഇതിവിടെ 15 ബോഡി ഷേപ്പ് ഇട്ടു. അതിൻ്റെ അവിടെ നിന്ന് 8.25 അടയാളപ്പെടുത്തി. അവിടെ ഞാനൊരു 1.25 തയ്യൽ തുമ്പിടുന്നുണ്ട്. ഇവിടെ ഞാൻ 1.5 തയ്യൽ തുമ്പിട്ടത്. ഇവിടെ ഞാൻ 1.25 ഇടുന്നുണ്ട്. നിങ്ങൾക്ക് 1.5 തന്നെ മതിയെങ്കിൽ 1.5 ഇട്ടാൽ മതി. ഞാനിവിടെ 1.25 ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. ഞാൻ 21ലാണ് സ്ലിറ്റ് ഇടുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സ്ലിറ്റ് ഇറക്കം ഇടാം. എന്നിട്ട് അളന്നെടുത്തിടുന്നതാണ് നല്ലത്. സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 21. അപ്പോൾ 21ൻ്റെ 4/1 ഇവിടെ അടയാളപ്പെടുത്തുക. 10.25. അവിടെ ഇതിപ്പം 7 ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ലിറ്റ് ആണെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ 2 ഇഞ്ച് വെറുതെ ആഡ് ചെയ്യുവാണ്. അല്ലെങ്കിൽ 1.25 തന്നെ ഇവിടെ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ 1.25 തന്നെ വീണ്ടും ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ എത്ര ഫ്ലെയർ ഉണ്ട് അത്രയും ഫ്ലെയർ അറ്റത്തേക്ക് വരക്കണം. ഉള്ള ഫ്ലെയർ കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുവാണ്. ഇവിടുന്ന് മതി, നിങ്ങൾക്ക് ഇവിടുന്നാണ് ഷേപ്പ് വരക്കേണ്ടത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. ഇങ്ങനെ ആകെ കുറച്ചുകൂടി ഷേപ്പ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതും കൂടി ബോഡി ഷേപ്പ് ഫുള്ളിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തു. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇത് ബാക്കാണ് കുഴി വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് പീസിൻ്റെയാണ് കൈക്കുഴി ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കുഴിച്ച് വരക്കണം. ഒരു 4 ഇഞ്ച് കുഴിച്ച് വരക്കണം. ഇങ്ങനെയൊന്ന് ഇവിടുന്ന്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട് ഇപ്പോൾ കുഴിച്ച് വരച്ചത് ഇപ്പോൾ വെട്ടത്തില്ല. ബാക്ക് പാർട്ട് വെച്ച് എല്ലാം വെട്ടുന്നത്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ കൂടി വേണം കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് ആകുമ്പോഴാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ ഒരു നോച്ചിടുക. ബോഡി ഷേപ്പിൻ്റെ അവിടെ ഒരു നോച്ചിടുക. പിന്നെ ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു നോച്ചിടുക. പിന്നെ ഈ കൈക്കോട്ടിയുടെ ഇവിടെ നമ്മൾ ഒരു നോച്ചിടുക കുഞ്ഞായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്കൊരു എളുപ്പമാണ്. അതിനുശേഷം ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ മാറ്റുക. ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയില്ലേ അതൊന്ന് വെട്ടുക. കട്ട് ചെയ്യും. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിലോട്ട് ഇത് വെട്ടാം. ഇത് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഫ്രണ്ടെന്ന് എഴുതി വെക്കണം. ഇത് മാറ്റാം. അപ്പോൾ മെയിൻ ഫാബ്രിക് ഞാൻ ഇങ്ങനെ ഇതുപോലെ 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ച ബാക്ക് പാർട്ട് എടുക്കണം. ബാക്ക് പാർട്ട് ഇത് ബാക്കാണ് വെട്ടുന്നത്. ഫ്രണ്ട് വേറെ വെട്ടും, ബാക്ക് മാത്രമാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ബാക്ക് പാർട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ഈ തുണിയുടെ വീതി
18 ഇഞ്ച് വീതിയുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിപ്പം നമ്മൾ ബാക്ക് പാർട്ട് ഇങ്ങനെ വെട്ടി മാറ്റണം. അപ്പോൾ ഇറക്കം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ലെങ്ത്, കറക്റ്റ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 43 അപ്പോൾ 43ൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 45. ആ 45 ഇറക്കത്തിലാണ് ഈ ബാക്ക് പാർട്ട് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. നമ്മൾ ഈ 45 ഇങ്ങനെ കറക്റ്റായിട്ട് 45 വെക്കുക. അവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. 45 ഇവിടെ അടയാളപ്പെടുത്തുക, മാറ്റി ഇങ്ങനെ 45 ഇടാം. ആ 45ൻ്റെ അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അതിനുശേഷം ആ 45ൻ്റെ അടയാളപ്പെടുത്തിയതിൻ്റെ നേരെ താഴെ അറ്റത്തായിട്ട് 2 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നടുക്കോട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വളച്ച് വേണം. അതെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ അളവിലേക്ക് സെയിം കറക്റ്റ് ഈ അളവിലേക്ക് വേണം ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് വേണം, ഇച്ചിരി അങ്ങോട്ട് നീക്കി ഇതിൻ്റെ അറ്റത്തേക്ക് വേണം ഇങ്ങനെ വെട്ടാനായിട്ട്. ബാക്ക് പാർട്ട് വെട്ടിയിട്ടുണ്ട്, മാറ്റിയിടാം. ബാക്കും ലൈനിങ്ങും ഇതും കൂടി നമുക്ക് മാറ്റാവേ. ഇനി മുകളിൽ യോക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ആ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഇത് നമ്മൾ നെറ്റാണ് വാങ്ങിയിരിക്കുന്നത്, 1/2 മീറ്റർ. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടണം. യോക്ക് 10 ഇഞ്ചിലാണ് പ്ലീറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മുകളിലോട്ട് എടുത്തിടണം. ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് നമ്മളിങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെക്കണേ. അതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇടണം. അപ്പം നമ്മൾ യോക്ക് ഒരു 10 ഇഞ്ചിലാണ് ഞാൻ വെട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 10ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മളിങ്ങനെ ആഡ് ചെയ്യണം, 1/2 ഇഞ്ച്. അപ്പോൾ 10.5 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. കണ്ടോ, 10.5 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത്രയും ഇറക്കത്തിലാണ് നമ്മൾ യോക്ക് വെട്ടിയെടുക്കേണ്ടത്. കണ്ടോ, ഈ ഇറക്കത്തിലാണ് യോക്ക് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ യോക്ക് വെട്ടുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ ആയിട്ട് ഇച്ചിരി തുമ്പിൻ്റെ കുറവുണ്ട്, അത് നമ്മളിങ്ങനെ ഒരു ഇച്ചിരി പീസ് ജോയിൻ ചെയ്താൽ മതി. അത് ഇവിടെ അടിച്ചു പോകാനും പൊക്കോളും, സാരമില്ല, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. കറക്റ്റായി നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി നീക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ 10 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ അല്ല ഇങ്ങനെ മാറ്റിക്കോ. മാറ്റിയിട്ട് 10 നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ 10 ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ് കിട്ടും. തയ്യൽ തുമ്പാണ് 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10.5 ഇങ്ങനെ വെച്ചിട്ട് ആ 10.5 ഇങ്ങനെ നേരെ വരക്കണം. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വേണം വരക്കാനായിട്ട്. ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വേണം ഇങ്ങനെ വരക്കാൻ. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നിങ്ങളിവിടെ ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തുള്ളിയായിട്ട് ഇവിടെ ഇങ്ങനെ പീസ് വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പീസ് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതിങ്ങനെ 4ആയിട്ട് ഈ സംഭവം ഇങ്ങനെ 4ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യണം, ഈ വീതിക്ക് കട്ട് ചെയ്തു. പിന്നെ കറക്റ്റ് ഞാനിവിടെ ഒരു പിന്ന് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് നമ്മൾ മാറ്റിയിടുവാണ്. ഇനി നമുക്ക് ബാക്കി ക്ലോത്ത് എടുക്കാം. ഇപ്പോൾ ഇത്രയും മിച്ചമുണ്ട്, ഇത് വേണമെങ്കിൽ സ്ലീവ്സിന് എടുക്കാം നമുക്ക്. ഇനിയാണ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണ്? 43. 43ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 45. ആ 45 നമ്മൾ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ 45 അടിക്കുക. അതിനുശേഷം നമ്മൾ യോക്ക് എത്രയാണ്? കറക്റ്റ് ആ 10.5 നമ്മൾ വെട്ടിയത്. ആ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടണ്ട, തയ്യൽ തുമ്പാണ്. 10 ഇഞ്ച് നമ്മൾ കുറക്കണം. 45ൽ നിന്നും നമ്മൾ 10 ഇഞ്ച് കുറക്കണം. യോക്ക് വെട്ടിയ 10 ഇഞ്ച്. അപ്പോൾ ബാക്കി 35 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ആ 35 ഇറക്കത്തിലാണ് നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ തയ്യൽ തുമ്പും എല്ലാം ഇതിൽ ആഡായിക്കോളും. അപ്പോൾ 35 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തേര് വശം നമുക്ക് വേണ്ട കേട്ടോ. ഇവിടെ വേറൊരു വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണ്ട. അപ്പോൾ അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തേര് വശം അറ്റം വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അത് ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്, ലാസ്റ്റ് വെട്ടാം. അപ്പോൾ അവിടുന്ന് 35 ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് കറക്റ്റ് 35 കഴിഞ്ഞ ഒരു ഇതേപോലെ തന്നെ ഉണ്ട്. 35 ഇവിടം വരെ അറ്റത്തും ഇങ്ങനെ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കുവാണ്.
എനിക്ക് കറക്റ്റ് തുണിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ 2.5 ഒപ്പിച്ചെടുത്ത്. നിങ്ങൾ ഒരു 3.5 മീറ്ററൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലപോലെ കിട്ടും, പ്ലീറ്റും ഒക്കെ കിട്ടും. ഇവിടുന്ന് നേരെ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് വേണം വെട്ടാൻ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്ക് പാർട്ട്, ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ വെക്കുക. അറ്റത്ത് വെക്കണം. ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇങ്ങനെ അറ്റത്ത് കൊണ്ടുപോയി ഇതിങ്ങനെ വെക്കണം, നേരെ വെക്കണം. അപ്പോൾ എവിടെ തൊട്ടാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ 14 ഇവിടെ നേരത്തെ മാർക്ക് ചെയ്തില്ലായിരുന്നോ, അവിടുന്ന് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 14 അല്ല 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. 10 ഇഞ്ച്. ഈ 10 ഇഞ്ച് ഇവിടെ ഇങ്ങനെ നേരെ ഇവിടെ വേണം ഈ അറ്റത്ത് കൊണ്ട് വെക്കാൻ. അറ്റത്ത് ഇവിടെ 10 ഇഞ്ച് ഇവിടെ വെക്കുക. ഈ താഴെ ഇവിടെ ഇത് കണ്ടോ, നമ്മൾ എവിടം വരെയാണ് വേണ്ടത് അവിടെ ഇങ്ങനെ കൊണ്ട് വെക്കണം. ഇങ്ങനെ നേരെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെട്ടുക. ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടണം, വെട്ടുക. അതിനുശേഷം ഇവിടുന്ന് ഈ ഷേപ്പിലാണ് അറ്റത്തേക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മാറ്റിയിടുക. അപ്പോൾ നമ്മൾ എവിടം വരെയാണ് പ്ലീറ്റ്സ് ഇടേണ്ടതെന്ന് നമ്മളെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് പ്ലീറ്റ്സ് ഇടാം, തുണി ഉള്ളതുപോലെ. അപ്പം എനിക്ക് ഇത്രയും വേണ്ട. ഇപ്പം നമ്മളിവിടെ തയ്യൽ തുമ്പ് 1.5 ഇട്ടിരുന്ന ആ 1.5 കഴിഞ്ഞ് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ആ 1.5 കഴിഞ്ഞ് ഒരു 3 ഇഞ്ച് വരെ നമുക്ക് വേണ്ട. എനിക്കിവിടെ 3 ഇഞ്ച് വരെ വേണ്ട. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ടക്കിട്ട് വെക്കണം. ആ 3 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒരു കട്ടിട്ട് വെക്കണം. ഇവിടം വരെ മതി. ഇവിടം വരെയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നേരെ ഇടുമ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിടുമ്പോൾ ഇവിടം വരെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. ഇത് നമ്മൾ ഇത്ര വീതിക്ക് വേണേൽ വീതിക്ക്, ചെറിയ പ്ലീറ്റ് വേണേൽ ചെറിയ പ്ലീറ്റ് അത് നമുക്ക് ഇടാം. അത് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ നമുക്ക് പ്ലീറ്റ് ഇടാനുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെയിമായിട്ട് വെച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ 2ആയിട്ട് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ താഴേക്ക് മടക്കുവാണേ. ഇത്രയേ ഉള്ളൂ തുണി. ഇത് ഈ ഉള്ള തുണിയിൽ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് കരുതുവാണേ. അപ്പോൾ ഇവിടം വരെ ഉള്ളേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വരക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് ഇനി ലൈനിങ് ഇട്ടേക്കാമെന്ന് വിചാരിക്കുവാണ്. തീരെ നൈസായിട്ടുള്ള ഒരിത് അതുകൊണ്ട് ഈ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വെച്ച് ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ ഇത് 4ആയിട്ട് തുണി മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഭാഗം, ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യണം. എനിക്ക് 14 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. 14ൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ സീം ആഡ് ചെയ്യണം. അപ്പോൾ 14, 1.5, 15.5. ആ 15.5 ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു 4.25 ഉണ്ടെന്ന് തോന്നുന്നു. 4.25 വിചാരിക്കുക. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ നമ്മൾ ആം റൗണ്ട് 8.5 ആയിരുന്നു. ആ 8.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടുന്ന് ഈ 15 വെച്ചില്ലേ, അവിടുന്ന് താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ തൊട്ടാണ്. ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കണം. സ്ലീവ്സ് വരക്കുക. ഇവിടെ ഇങ്ങനെ 3 വരെ നേരെ വന്നിട്ട് താഴോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരക്കണം. അപ്പോൾ ഇത് സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ റൗണ്ട് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അത് ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ട് ഈ തയ്ക്കുമ്പോഴേ കുഴിച്ച് വെട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതെടുത്ത് ഇവിടെ വെക്കുക. ഇവിടം വരെ ഉള്ള ഇറക്കം. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി അടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇച്ചിരി ഇറക്കാൻ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് സ്റ്റിഫിലാണ് കട്ട് ചെയ്യുന്നത്. അത് വീനക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ താഴെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിച്ചമുള്ള പീസ് തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എത്ര കിട്ടും അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് ഉള്ള ആ അത്രയും ഭാഗത്ത് ഇങ്ങനെ ഇത്രയും വീതിക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വെക്കും.
ഇതിങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇച്ചിരി വീതിക്ക് താഴെ മടക്കി വയ്ക്കാമല്ലോ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വേണം ആ സമയത്ത് എനിക്ക് എന്താണ് തോന്നുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യും. ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് 4 പീസ്. ഇത് ഇത്രയേ ഉള്ളൂ കട്ടിങ്. അപ്പോൾ നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നന്നായി സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.